നമസ്കാരം, എല്ലാവർക്കും ജിജീസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇഡ്ലി, ദോശ, അപ്പം, പുട്ട്, അങ്ങനെ നമുക്ക് ഒത്തിരി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പേരാണ് ഹാഷ് ബ്രൗൺസ്. ഹാഷ് എന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ അർത്ഥം സ്ലൈസ്ഡ് അല്ലെങ്കിൽ ഡൈസ്ഡ്, അതായത് ചോപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് പാൻ ഫ്രൈ ചെയ്ത് ചെറിയ ബ്രൗൺ കളറിൽ ഒരു വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് പാലിൻ്റെ കൂടെയോ കോഫിയുടെ കൂടെയോ ഒക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് അമേരിക്കൻസ് അവർ ഇതിൻ്റെ കൂട്ടത്തിൽ മീറ്റോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ബീൻസ്, ബേക്ക്ഡ് ബീൻസോ ഒക്കെ ചേർത്തിട്ട്, അല്ലെങ്കിൽ എഗ്ഗോ ഒക്കെ ചേർത്തിട്ട് ആണ് ഇത് അവർ ഒരു റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാഷ് ബ്രൗൺസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വലിയ ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറുതും എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്താലും മതി. പൊട്ടറ്റോ കൂടാതെ മൈദമാവ് 1/4 കപ്പ്, ബ്രെഡ് ക്രംസ് 1/4 കപ്പ്, വെള്ളം, ഉപ്പ്, വറുക്കാനായിട്ട് എണ്ണ, 1 സ്പൂൺ മുളക് പൊടി തരിതരിയായി പൊടിച്ചതും ഒറിഗാനോ പൗഡറും ആവശ്യമാണ്. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ചേർക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വലിയ ദൂരമുള്ള ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സാധാരണ നോർമൽ വെള്ളമാണ് ചേർക്കുന്നത്. തണുത്ത വെള്ളം ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പൊട്ടറ്റോയ്ക്ക് ഒരു സ്റ്റാർച്ച് അല്ലെങ്കിൽ ഒരു കൊഴുകൊഴുപ്പുണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടണം. വെള്ളം ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ ഈ വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കണം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം വാർന്നു പോകാനായിട്ട് ഞാനിവിടെ അരിപ്പ പോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതിനെ മാറ്റാം. ഇതിനകത്ത് പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഒരു 1/2 സ്പൂൺ ഒറിഗാനോ എടുത്തു, 1 സ്പൂൺ ഉണക്കമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചതും എടുത്തു. തിളപ്പിച്ച വെള്ളത്തിലേക്ക് നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച് ഗ്രേറ്റഡ് പൊട്ടറ്റോ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ആ ചൂടിലിരുന്ന് ഒന്ന് വേകണം. മൂടി വെച്ച് അടച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. 5 മിനിറ്റ് ആയി. ഒന്ന് ഇളക്കി നോക്കുക. ഇപ്പോൾ പൊട്ടറ്റോയിൽ ബാക്കി ഉണ്ടായിരുന്ന സ്റ്റാർച്ചും കൂടെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റഡ് പൊട്ടറ്റോ ആയത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഈ ചൂടിലിരുന്ന്. ഇനി നമുക്കിതിനെ നേരത്തെ ചെയ്ത മാതിരി തന്നെ വെള്ളം തോരാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരിപ്പ പോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞൊരു തുണിയിലേക്ക് മാറ്റുക. ഇനി ഇതൊരു വെള്ള തുണിയിലേക്ക് മാറ്റുക. അതിനുശേഷം ടൈറ്റായിട്ട് കെട്ടിയിട്ട് കൈകൊണ്ട് വെള്ളം പിഴിഞ്ഞ് കളയുക. ഞാനൊരു തുണിയിലാക്കി അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് അമർത്തി വെള്ളമെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമുക്കിത് എണ്ണയിലിട്ട് വറുക്കാനുള്ളത് കാരണം ഈർപ്പം അല്പം പോലും പാടില്ല. അതുകൊണ്ടാണ് വെള്ളമെല്ലാം നമ്മൾ ഞെക്കി കളയുന്നത്. ഗ്രേറ്റഡ് പൊട്ടറ്റോയിനെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയതിനു ശേഷം നമുക്ക് തുണിയിൽ നിന്ന് ബൗളിലേക്ക് മാറ്റാം. ഇനി മറ്റു ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മൈദയാണ് ചേർക്കുന്നത്. ഏകദേശം 1/4 കപ്പ് മൈദ മതി. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായിട്ട് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റൊട്ടിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം ഒറിഗാനോയും ഉണക്കമുളക് തരിതരിപ്പായി പൊടിച്ചതും കൂടെ ചേർക്കുക. ഇതിനകത്ത് നമുക്കൊരു മുട്ട കൂടെ ചേർക്കേണ്ടതാണ്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ വിട്ടുപോയി. അത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നിങ്ങൾ ചേർക്കാൻ മറക്കാതിരിക്കുക. ഇപ്പോൾ ഞാൻ ഉപ്പാണ് ചേർത്തത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട കൂടെ ചേർത്താലേ നമുക്ക് കുഴച്ച് ഒരു മാവിൻ്റെ പരുവത്തിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മുട്ട ചേർത്ത് മാവ് മിക്സ് ചെയ്തു. ഇനി മാവ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിൽ എടുക്കുക. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെച്ച് ഈ ഷേപ്പിലാക്കി എടുത്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് ആ പാത്രത്തിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ കട്ടി കുറച്ച് ഹാഷ് ബ്രൗൺസ് പരത്താനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിലും കൂടി ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഹാഷ് ബ്രൗണിൻ്റെ മിക്സ് ഇതിലേക്ക് മൗൾഡിലേക്ക് വെക്കുക. അതിനുശേഷം അമർത്തി കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഹാഷ് ബ്രൗൺസ് കട്ടി കുറച്ച് പരത്തിയത് കാരണം 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു വശം ഫ്രൈ ആയി വന്നു. ഇനി മറിച്ചിട്ട് മറുവശം കൂടെ നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഇത് ചൂടോടെ സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ ചീസ് ഇതിൻ്റെ പുറത്ത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ചൂടിൽ തന്നെ ചീസ് മെൽറ്റ് ചെയ്യും. പിന്നെ സോസിനൊപ്പം സെർവ് ചെയ്യാം. ഹാഷ് ബ്രൗൺസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ പോകാനായിട്ടാണ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുന്നത്. സോസിനൊപ്പം സെർവ് ചെയ്യുക. ഇനി അല്പം ഗ്രേറ്റഡ് ചീസ് വെച്ച് ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. പാലിനോ കോഫിയോ ചായയോടെയോ ഒപ്പം രാവിലെ ഇത് ചൂടോടെ തന്നെ കഴിക്കുക. മാക്ഡൊണാൾഡ്സിലൊക്കെ കിട്ടുന്ന പോലത്തെ ഹാഷ് ബ്രൗൺസ് എത്ര എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ കഴിക്കുന്നതായിരിക്കും. ഹാഷ് ബ്രൗൺസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ മസാലയായിട്ട് ആകെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതൊരു ഇന്ത്യൻ വേർഷനായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്പൈസസ് കൂടുതൽ മസാലകൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഹാഷ് ബ്രൗൺസ് മാക്ഡൊണാൾഡ്സിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അവർ അതിനകത്ത് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഒത്തിരി സ്പൈസസ് ഒക്കെ ഇഷ്ടമുള്ളവരായത് കാരണം ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ചേർത്തത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇനിയും കുറേ കോണ്ടിനെൻ്റൽ ഡിഷസിൻ്റെ റെസിപ്പീസ് ഷെയർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ റിസീവ് ചെയ്യുന്നു അതിനെ അനുസരിച്ചിട്ട് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്സ് എന്നെ എഴുതി അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.